ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയുടെ ആദ്യ 2 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 3, 4 എന്നീ 2 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവാണ് അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. അവരെ സംസ്കരിച്ചെടുക്കുവാനും അവർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുവാനും അത് പാരായണം ചെയ്തു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അതിനു മുമ്പ് ആ ആളുകൾ വളരെ വലിയ വഴികേടിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. ശേഷം അള്ളാഹു പറയുന്നു, വ ആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹക്കീം. വ ആഖരീന, ആഖറുൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് അല്ലെങ്കിൽ മറ്റുള്ളവൻ എന്നൊക്കെയാണ്. ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ആൾ അല്ലെങ്കിൽ അവസാനത്തേത് എന്നൊക്കെയാണ്. ആഖർ മറ്റൊന്ന് അല്ലെങ്കിൽ മറ്റുള്ളവൻ. അതിൻ്റെ ബഹുവചനമാണ് ആഖറൂൻ അല്ലെങ്കിൽ ആഖരീൻ എന്നൊക്കെ. മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവ. ഇവിടെ വ ആഖരീന തുടക്കത്തിലൊരു വാവുണ്ട്. ആ വാവ് അത്ഫിൻ്റെ വാവാണ്, തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എന്നർത്ഥത്തിൽ പറയാം. വ ആഖരീന, മറ്റുള്ളവരിലും അല്ലെങ്കിൽ വേറെ ആളുകൾക്കും. മിൻഹും, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഹും എന്ന് പറഞ്ഞാൽ അവർ. മിൻഹും, അവരിൽ നിന്ന്. അവരിൽ നിന്നുള്ള മറ്റുള്ളവരിലും അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള വേറെ ആളുകൾക്കും. ലമ്മാ യൽഹഖൂ ബിഹിം, ഈ ലമ്മ എന്നുള്ള പദം അത് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇല്ല, ഇനി അങ്ങനെ ആവാം, ഇനി ഉണ്ടാവാം എന്നർത്ഥത്തിലാണ് ലമ്മ ഉപയോഗിക്കുക. അത് നമുക്ക് അടുത്ത പദം കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറയാം. യൽഹഖു, ലഹിഖ എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു എന്നാണ്. ലഹിഖ, വന്നു ചേർന്നു. അതിൻ്റെ മുളാരിയാണ് യൽഹഖു, അവൻ വന്നു ചേരും, അവൻ വന്നു ചേരുന്നു. യൽഹഖൂന, അവർ വന്നു ചേരും, അവർ വന്നു ചേരുന്നു. അതിൻ്റെ മുമ്പിൽ ലമ്മ വരുമ്പോൾ ലമ്മ യൽഹഖു എന്നാണ് ആവുക. ലമ്മ യൽഹഖൂന എന്ന് പറയില്ല. ലമ്മ യൽഹഖു, അവർ എത്തിച്ചേർന്നിട്ടില്ലാത്ത, അവർ വന്നു ചേർന്നിട്ടില്ലാത്ത. ലമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ലാത്ത എന്നുള്ള രൂപത്തിലേക്ക് അർത്ഥം കൊടുക്കും. ലമ്മ യൽഹഖൂ, അവർ എത്തിച്ചേർന്നിട്ടില്ലാത്ത. ബിഹിം, ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, കൊണ്ട്, ഓട് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഇൽ. ഹിം, അവർ. ബിഹിം, അവരിൽ. അവരിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ലാത്ത. വഹുവൽ അസീസുൽ ഹക്കീം. വഹുവ, തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല. അല്ലെങ്കിൽ ആ ഹുവ എന്നുള്ളതിനോട് ചേർത്ത് ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, വഹുവ അവനത്രേ, അങ്ങനെ അത്രേ എന്നുള്ളൊരു അർത്ഥം കൊടുക്കാം. അല്ലെങ്കിൽ അർത്ഥം കൊടുക്കണമെന്നില്ല, ഇസ്തിനാഫിയുടെ വാവ്. വഹുവ, അവൻ. അൽ അസീസ്, അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യൻ, പ്രതാപമുള്ളവൻ. അൽ ഹക്കീം, ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിജ്ഞൻ, അഗാധജ്ഞൻ, വിധികർത്താവ്. അപ്പോൾ വഹുവൽ അസീസുൽ ഹക്കീം, അവൻ അജയ്യനാണ്, യുക്തിജ്ഞനാണ് അല്ലെങ്കിൽ അഗാധജ്ഞനാണ്. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം പറയുമ്പോൾ വ ആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം, ഇതുവരെ അവരിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത മറ്റുള്ളവരിലും. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ അജയ്യനും യുക്തിജ്ഞനുമാണ്. അടുത്ത ആയത്ത് ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. ദാലിക, അത്. ഫദ്ലുല്ലാഹി, ഫദ്ൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത അല്ലെങ്കിൽ ഔദാര്യം, അനുഗ്രഹം എന്നൊക്കെ അർത്ഥം. ദാലിക ഫദ്ലുല്ലാഹി, ഫദ്ലുല്ലാഹി അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ദാലിക ഫദ്ലുല്ലാഹി, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. യുഅ്തീഹി, ആത്ത എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്. ആത്ത,
റബ്ബന ആത്തിന എന്ന് പറഞ്ഞ ആ ഒരു പ്രാർത്ഥനയിൽ ആത്തി നീ നൽകണമേ അതൊരു കൽപ്പനക്രിയയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആത്തി നീ നൽകണമേ, നീ നൽക്. ഇവിടെ ആത്ത എന്ന് പറഞ്ഞാൽ അത് മാലിയായ രൂപമാണ്, നൽകി എന്നർത്ഥം. അതിൻ്റെ മുലാരിയാണ് യുഅ്തി. യുഅ്തി എന്ന് പറഞ്ഞാൽ അവൻ നൽകും, അവൻ നൽകുന്നു. യുഅ്തീഹി അവസാനം ഒരു ഹി എന്ന് പറഞ്ഞാൽ അത്, അവൻ അത് നൽകുന്നു അല്ലെങ്കിൽ അവൻ അത് നൽകും. മൈ യശാ ഉ, ഷാ അ ഉദ്ദേശിച്ചു, യശാ ഉ ഉദ്ദേശിക്കും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നു. മൈ യശാ ഉ ഉദ്ദേശിക്കുന്നവർ, ഇവിടെ അത് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താവുമ്പോൾ ഉദ്ദേശിക്കുന്നവർക്ക്. യുഅ്തീഹി മൈ യശാ ഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. വല്ലാഹു ഇവിടെയും വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല. വല്ലാഹു അല്ലാഹു ദുൽ ഫദ്ലി, ദു എന്ന് പറഞ്ഞാൽ ഉള്ള, ഉള്ളവൻ എന്നുള്ള രൂപത്തിലേക്കാണ് അർത്ഥം. ഉള്ള, അത് ഉള്ള എന്നൊക്കെ പറയില്ലേ. ദുൽ അർഷ് എന്ന് പറഞ്ഞാൽ അർഷ് ഉള്ള, അർഷുള്ളവൻ. ഇവിടെ ദുൽ ഫദ്ലി, ഫദ്ൽ ഉള്ളവൻ അല്ലെങ്കിൽ ഫദ്ൽ ഉള്ള. ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഔദാര്യം അല്ലെങ്കിൽ ശ്രേഷ്ഠത, അനുഗ്രഹം. അപ്പോൾ ദുൽ ഫദ്ലി അനുഗ്രഹമുള്ളവൻ അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ളവൻ, ഔദാര്യമുള്ളവൻ. അൽ അലീം വമ്പിച്ച. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം എന്ന് പറയുമ്പോൾ അള്ളാഹു വമ്പിച്ച അനുഗ്രഹമുള്ളവനാണ്. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്നു അല്ലെങ്കിൽ അനുഗ്രഹമാകുന്നു, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവനത് നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു മഹത്തായ അല്ലെങ്കിൽ വമ്പിച്ച അനുഗ്രഹമുള്ളവനാകുന്നു അല്ലെങ്കിൽ ഔദാര്യമുള്ളവനാകുന്നു. ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളുടെയും വിശദീകരണം നോക്കാം. തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മീകളിലാണ് നിയോഗിതനായത്. അവരിലേക്ക് മാത്രമായിട്ടല്ല, അവരിലാണ് നിയോഗിതനായത്. ഫിൽ ഉമ്മിയീന എന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്ന് പറഞ്ഞാൽ അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത അല്ലെങ്കിൽ നിരക്ഷരരായ ആളുകളിൽ. ഈ ഉമ്മിയ് എന്നുള്ള പദം എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഉമ്മ എന്നുള്ള പദത്തിൻ്റെ കൂടെ അവസാനം ഒരു യാ ചേർത്താണല്ലോ. അത് ചില രാജ്യങ്ങളുടെയൊക്കെ രൂപത്തിൽ അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഹിന്ദ് എന്നുള്ളതിൻ്റെ കൂടെ അവസാനം യാ ചേർക്കുമ്പോൾ ഹിന്ദി, ഇന്ത്യക്കാരൻ എന്നുള്ളതിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കും. പാകിസ്ഥാനി, പാകിസ്ഥാൻകാരൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കും. സൗദി, സൗദിയിലുള്ളവൻ എന്ന രൂപത്തിൽ. അപ്പോൾ ഉമ്മി എന്ന് പറയുമ്പോൾ ഉമ്മയിൽ നിന്ന് മാത്രം അറിവ് കിട്ടിയവൻ, അങ്ങനെയുള്ളവൻ എന്നൊരർത്ഥം കിട്ടും. ഉമ്മയിൽ നിന്ന് മാത്രമായിട്ട് അറിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊക്കെ അവർ മറ്റുള്ള അറിവുകളൊന്നും കിട്ടൂല, ഉമ്മയിൽ നിന്നുള്ള മാത്രം അറിവേ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉമ്മിയ്. അപ്പോൾ ഈ എഴുത്തും വായനയും അറിയാത്ത ഒരാൾ ആ ഒരു ചെറിയ കുട്ടിയെ പോലെയാണ്. ഉമ്മയിൽ നിന്ന് മാത്രം അറിവ് കിട്ടിയ ഒരാളെപ്പോലെയാണ് ഈ എഴുത്തും വായനയും അറിയാത്ത ആൾ. വെറും ചെറിയ കുറച്ച് അറിവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രൂപത്തിലാണ് ആ പദം വന്നത് എന്നൊക്കെ വിശദീകരിക്കാറുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ആ ഉമ്മികളിലാണ്, അക്ഷരവും എഴുത്തും വായനയും അറിയാത്ത ആളുകളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായത്. ഇവിടെ അള്ളാഹു പറയാണ് വ ആഖരീന മിൻഹും, അവരിൽ നിന്നുള്ള മറ്റുള്ളവരിലേക്കും. അപ്പോൾ ആ ഉമ്മികൾക്ക് മാത്രമല്ല മറ്റുള്ളവരിലേക്കും എന്നാണ് അതിൻ്റെ ഒരു വിശദീകരണം. ആ ഉമ്മികളിൽ ആണ് നിയോഗിതനായത് എന്ന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു. ഈ ആയത്തിൽ പറയുന്നു വ ആഖരീന മറ്റുള്ളവരിലേക്കും എന്ന് പറയുമ്പോൾ ആ ഉമ്മികൾക്ക് മാത്രമല്ല മറ്റുള്ളവരിലേക്കും. മിൻഹും അവരിൽ നിന്നുള്ള മറ്റുള്ളവരിലേക്കും. ഇതിൻ്റെ വിശദീകരണത്തിൽ 2-3 കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ ഉമ്മികൾക്ക് മാത്രമല്ല മറ്റുള്ളവരിലേക്കും എന്നുള്ളത്. മറ്റൊന്ന്, അറബികൾക്ക് മാത്രമല്ല, ആ നാട്ടുകാർക്ക് മാത്രമല്ല, അറബികളല്ലാത്ത മറ്റുള്ള പ്രദേശത്തുകാർക്കും, മറ്റുള്ള എല്ലാവർക്കും. മറ്റൊരു വിശദീകരണം, സത്യവിശ്വാസം സ്വീകരിക്കാൻ മനസ്സുള്ള എല്ലാവർക്കും, അത് ഏത് കാലത്തുള്ളവർക്കും, ഈ കാലത്തില്ലാതെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലത്തില്ലാതെ പിന്നീടുള്ള കാലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കുമൊക്കെ എല്ലാവർക്കുമുള്ളത്. അതാണ് മറ്റൊരു വിശദീകരണം. ഇവിടെ ഒരു സംശയം തോന്നാവുന്നത് ആ മിൻഹും എന്നുള്ള പദമാണ്. വ ആഖരീന മറ്റുള്ളവരിലേക്കും, മിൻഹും അവരിൽ നിന്നുള്ള. അപ്പോൾ അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്നുള്ള എന്ന് പറയുമ്പോൾ ആ അറബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന അവരിൽ നിന്നുള്ള എന്നുള്ളൊരു അർത്ഥം അതിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതല്ല അവിടെ ഉദ്ദേശം. അവിടെ ഉദ്ദേശം അവരിൽ നിന്നുള്ള എന്ന് പറയുമ്പോൾ അവരെപ്പോലെയുള്ള മനസ്സുള്ള,
അവർക്കുള്ള മനസ്സെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ അത് അംഗീകരിക്കാനുള്ള മനസ്സ്, അത് കേൾക്കാനുള്ള മനസ്സ്, അത് സ്വീകരിക്കാനുള്ള മനസ്സ്, ശരിയും തെറ്റും ചിന്തിച്ച് അത് അംഗീകരിക്കാനുള്ള മനസ്സ്. ഈ രൂപത്തിൽ ഈ കാര്യങ്ങൾ സ്വീകരിക്കാൻ താല്പര്യമുള്ള ഏത് കാലത്തുള്ള ആളുകളെയും നമുക്ക് ഇവരിൽപ്പെട്ട ആളുകൾ എന്ന് പറയാം, അല്ലേ? പിൽക്കാലത്ത് വരുന്നവരാണെങ്കിൽ പോലും, പിന്നീട് ജനിച്ചു വരുന്ന മറ്റുള്ള പ്രദേശത്തുള്ള ആളുകളാണെങ്കിൽ പോലും ഈ ഒരു സത്യസന്ദേശം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാൻ മനസ്സുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഇവരിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അതേപോലെയുള്ള ആളുകൾ, അവരിൽപ്പെട്ട ആളുകൾ. ആ ആളുകൾ അന്നുണ്ടായ ആളുകൾ തന്നെ ആവണമെന്നില്ല, പിൽക്കാലത്ത് വരുന്നവരാവാം, മറ്റു പ്രദേശങ്ങളിലുള്ളവരാവാം. അപ്പോൾ മറ്റുള്ള എല്ലാവർക്കും ആഖരീന മിൻഹും, അവരിൽ നിന്നുള്ള അല്ലെങ്കിൽ അവരെപ്പോലെയുള്ള മറ്റുള്ള എല്ലാവർക്കും, മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ളവർക്ക്, പിന്നീട് വരാൻ പോകുന്ന ആളുകൾക്ക്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് ആ ഒരു അറബികളിലേക്ക് മാത്രമല്ല, ആ നാട്ടുകാർക്ക് മാത്രമല്ല, ആ കാലത്തേക്ക് മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖരീന മിൻഹും, മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. ലമ്മ യൽഹഖൂ ബിഹിം, ലമ്മ യൽഹഖൂ ബിഹിം എന്ന് പറയുമ്പോൾ ഇതുവരെ അവരിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത, ഇതിനും രണ്ട് തരത്തിൽ വിശദീകരണമുണ്ട്. ഇതുവരെ അവരിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ ഒരു അറിവ് കിട്ടാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഈ അറിവ് കിട്ടാത്ത മറ്റുള്ള ആളുകൾ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ഒരു അറിവ് കിട്ടാത്ത മറ്റുള്ളവർ, അവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. മറ്റൊരു വിശദീകരണം, അവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്ത എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലത്ത് ജനിച്ചിട്ടില്ലാത്ത, പിന്നീട് ജനിക്കുന്ന, പിന്നീട് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട്. അതാണ് ലമ്മ യൽഹഖൂ ബിഹിം, ഇതുവരെ അവരിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ അവരിതുവരെ ഇല്ല, അവർ പിന്നീടാണ് വന്നു ചേരുക, അങ്ങനെയുള്ള ആളുകൾ. ഇനി മൂന്നാമതൊരു വിശദീകരണം, അവരുടെ പദവിയിലേക്ക്, ആ സ്വഹാബിമാരുടെ ആ അത്ര പദവിയിലേക്ക് എത്തിയിട്ടില്ലാത്ത, കാരണം അവർക്കാണ് ഏറ്റവും വലിയ പദവി ഉണ്ടാവുക. അന്ന് അവരുടെ ജീവിതം എല്ലാവിധ പ്രയാസങ്ങളും സഹിച്ച് ജീവിച്ചാണ്. ആദ്യമായിട്ട് ഇസ്ലാമിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. പിന്നീട് അതൊരു മതം ആ തരത്തിലൊക്കെ ഒരുപാട് ആളുകളൊക്കെ സ്വീകരിച്ചതിന് ശേഷം പിന്നീട് അത് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഏറ്റവും തുടക്കത്തിൽ അതിനെ സ്വീകരിക്കുന്ന ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചവർ, അവർക്കാണ് ഏറ്റവും വലിയ പദവി. അപ്പോൾ അത്ര പദവി ഇല്ലാത്ത ആളുകളായിരിക്കും പിൽക്കാലത്ത് വരുന്നവർ. അപ്പോൾ അവരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലാത്ത എന്ന് പറയുമ്പോൾ അവരുടെ ആ പദവി ലഭിച്ചിട്ടില്ലാത്ത മറ്റുള്ളവർക്കും, ഇങ്ങനെയൊക്കെ ഇതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്. ഇനി വഹുവൽ അസീസുൽ ഹക്കീം, വഹുവ അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അൽ അസീസുൽ ഹക്കീം, ഇത് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. അജയ്യനാണ്, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തവനാണ്. അൽ ഹക്കീം, അവൻ യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുവാനും ഈ സന്ദേശം അവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്ത മറ്റുള്ള ആളുകളിലേക്കൊക്കെ എത്തിക്കുവാനും എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു. അതിനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു നീക്കത്തെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു അജയ്യനാണ്, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തവനാണ്. മാത്രമല്ല അങ്ങനെയൊക്കെ കഴിവുള്ള അള്ളാഹു യുക്തിപൂർവ്വേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. സാധാരണ ചില ആളുകളൊക്കെ അവർക്ക് ഒരുപാട് കഴിവുകൾ കിട്ടിയാൽ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആളുകളോടുള്ള അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ചിലപ്പം തെറ്റിപ്പോവും. ചില ആളുകളൊക്കെ യുക്തിയില്ലാത്ത രൂപത്തിൽ പലതും ചെയ്യും. പക്ഷേ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനായിരിക്കെ തന്നെ യുക്തിപൂർവ്വം മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഏത് കാര്യത്തിനും യുക്തിപൂർവ്വമേ ചെയ്യുള്ളൂ. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ദാലിക ഫദ്ലുല്ലാഹി, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാകുന്നു, ഔദാര്യമാകുന്നു. അത് ഏത് എന്നുള്ള കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു എന്നുള്ള കാര്യം. അതാണല്ലോ തൊട്ട് മുമ്പത്തെ ആയത്തിലൊക്കെ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ച കാര്യം. അത് ദാലിക ഫദ്ലുല്ലാഹി, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഔദാര്യമാകുന്നു, അല്ലെങ്കിൽ ശ്രേഷ്ഠതയാകുന്നു, അല്ലെങ്കിൽ അനുഗ്രഹമാകുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ, എന്താണ് തെറ്റ്, എന്താണ് ശരി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗം എന്താണ്, ഇതൊക്കെ പറഞ്ഞു തരാൻ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിത് തെറ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. അപ്പോൾ അള്ളാഹു വളരെയധികം ഔദാര്യം കാണിച്ചു,
നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു ചെയ്യാണ്. പിന്നീട് ഒരാൾ അതിനെ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ, അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ അത് അയാളുടെ മാത്രം തെറ്റാണ്. അപ്പോൾ ദാലിക ഫദ്ലുല്ലാഹി, അത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഔദാര്യമാണ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു നിയോഗം അതാവാം. രണ്ടാമത്തത് ഹിദായത്ത്, അള്ളാഹു നൽകുന്ന ഹിദായത്ത്, അതിനെ സൂചിപ്പിക്കാനാവാം. പരിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ ഇസ്ലാം ദീൻ, അത് ഒന്നിച്ച് ആ രൂപത്തിലാവാം. ഇനി അതല്ലെങ്കിൽ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളിൽ നിന്ന് തന്നെ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു. അതൊരു ഔദാര്യമാണ്. കാരണം ജൂതന്മാർ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരൊക്കെ അവരാണ് വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ, അവരിൽ നിന്ന് മാത്രമേ പ്രവാചകന്മാർ വരുള്ളൂ എന്ന് പറഞ്ഞു നടന്നിരുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരിൽ നിന്നൊരു പ്രവാചകൻ ഉണ്ടെങ്കിലേ അവർ സ്വീകരിക്കുള്ളൂ. അങ്ങനെ ആ തരത്തിൽ അവരിൽ നിന്നല്ലാതെ ഉമ്മീകളെന്ന് അവർ തന്നെ കളിയാക്കിയൊക്കെ വിളിച്ചിരുന്ന, അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരരായവർ എന്ന് യാതൊരു വേദഗ്രന്ഥവും ഇല്ലാത്തവർ, വേദഗ്രന്ഥത്തിൻ്റെ അറിവൊന്നും കിട്ടാത്തവർ എന്ന രൂപത്തിലൊക്കെ കളിയാക്കി വിളിച്ചിരുന്ന ആ ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഉമ്മീകളിൽ നിന്ന്, നിരക്ഷരിൽ നിന്ന് അള്ളാഹു ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു. അതൊരു വലിയ ഫദ്ലാണ്, അല്ലെങ്കിൽ അത് വലിയ ഔദാര്യമാണ്. അതുമാത്രമല്ല, ഓരോ പ്രവാചകന്മാരും അവരുടെ കാലഘട്ടങ്ങളിലുള്ള ജനസമൂഹങ്ങളിലേക്ക് മാത്രമായിട്ടാണ് നിയോഗിതരായത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷമുള്ള മുഴുവൻ ആളുകൾക്കും, ബാക്കി ഇനി അന്ത്യനാൾ വരെ ജീവിക്കുന്ന എല്ലാ ആളുകളിലേക്കുമുള്ള പ്രവാചകനായിട്ടാണ് നിയോഗിതനായത്. അതും അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യമാണ്, അല്ലെങ്കിൽ അനുഗ്രഹമാണ്. അപ്പോൾ ദാലിക ഫദ്ലുല്ലാഹി, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്, ഔദാര്യമാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കത് നൽകുന്നു. അപ്പോൾ അവിടെ രണ്ട് രൂപത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അവൻ ഉദ്ദേശിക്കുന്ന, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് നൽകുന്നു. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ഒരു സംശയം തോന്നും, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കല്ലേ കൊടുക്കുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ പരിശുദ്ധ ഖുർആൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കൊക്കെ ഇത് കൊടുക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുക എന്നുള്ളത്. ഇത് വേണമെന്നും, അല്ലെങ്കിൽ ഈ ഒരു സത്യം കേൾക്കുന്ന സമയത്ത് അത് അംഗീകരിക്കാനുള്ള നല്ല മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു ഇത് കൊടുക്കും. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ നല്ല ആളുകൾക്ക് കൊടുക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുക. ഇനി മറ്റൊരു രൂപത്തിൽ മൈ യശാഉ എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നവർ എന്ന് മാത്രം അർത്ഥം പറയാം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർ എന്നല്ലാതെ വെറും ഉദ്ദേശിക്കുന്നവർ എന്ന് മാത്രം അർത്ഥം പറയാം. കാരണം ഷാ ഉദ്ദേശിച്ചു, യശാഉ ഉദ്ദേശിക്കും, ഉദ്ദേശിക്കുന്നു. മൈ യശാഉ ഉദ്ദേശിക്കുന്നവർ, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നവൻ. അപ്പോൾ ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു അത് നൽകുന്നു. ആർക്കാണോ ഇത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ഈ ഒരു സത്യസന്ദേശം, ഈ ഒരു യഥാർത്ഥ വെളിച്ചം, ഇത് കിട്ടണമെന്ന് ആരാണോ ആഗ്രഹിക്കുന്നത്, ആരാണോ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് നൽകുന്നു. അങ്ങനെയും ആ തരത്തിലും അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഷാ അതേപോലെ അറാദ, ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഉദ്ദേശിച്ചു എന്നാണ്. അറാദ എന്ന് പറഞ്ഞാലും ഉദ്ദേശിച്ചു, ഷാ എന്ന് പറഞ്ഞാലും ഉദ്ദേശിച്ചു. പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അറാദ എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കും ചില കാര്യങ്ങൾ, അതവൻ നടപ്പിലാക്കുകയും ചെയ്യും. അവിടെ മനുഷ്യന്മാർ എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളതൊന്നുമല്ല, അള്ളാഹു അത് എന്തായാലും നടപ്പിലാക്കും. ഉദാഹരണത്തിന്, മനുഷ്യനെ അള്ളാഹു നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ സൃഷ്ടിച്ചു. അപ്പോൾ മനുഷ്യന് ഈ രൂപം നൽകി എന്നുള്ളത് അത് അള്ളാഹു ഉദ്ദേശിച്ചു, അള്ളാഹു അങ്ങനെ നടപ്പിലാക്കി. അതല്ലാതെ മനുഷ്യന്മാർ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൽ മാറ്റം വരുത്തല്ല. അള്ളാഹു അങ്ങനെയാണ് മനുഷ്യൻ്റെ രൂപം തീരുമാനിച്ചത്, അത് അള്ളാഹു ഉദ്ദേശിച്ചു, അങ്ങനെ നടപ്പിലാക്കി. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങളും ഗ്രഹങ്ങളും കാര്യങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്, അതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നു, ആ രൂപത്തിൽ അള്ളാഹു നടപ്പിലാക്കുന്നു. എന്നാൽ ഷാ എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കും, പക്ഷേ മനുഷ്യന്മാരുടെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അത് നടപ്പിലാക്കുക. ഉദാഹരണത്തിന്, അള്ളാഹുവിന് എല്ലാ ആളുകളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശം, അതിനാണ് ആഗ്രഹിക്കുന്നത്, അതാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ ആളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അവർക്ക് അങ്ങോട്ട് പോകാനുള്ള യോഗ്യത കിട്ടുക.
അപ്പോൾ ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ ആളുകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള യോഗ്യത ലഭിക്കുക. ഇനി യുഅ്തീഹി മൻ യശാ എന്ന് പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു എന്ന് പറയുമ്പോൾ അത് പ്രവാചകത്വമാവാം. കാരണം ജൂതന്മാർ പ്രതീക്ഷിച്ചിരുന്നത് അവരിൽ നിന്നാണ് ഒരു പ്രവാചകൻ വരിക എന്നാണ്. പക്ഷേ അള്ളാഹു പറയുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകും. അത് ഉമ്മയികളിൽ നിന്നാണ് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകും. അത് പ്രവാചകത്വമാവാം. അതുപോലെ തന്നെ അത് ഹിദായത്തും ആവാം. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഹിദായത്ത് നൽകുന്നു എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസം സ്വീകരിക്കാനുള്ള സന്മനസ്സുള്ള ആളുകൾക്കാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുക. ആ തരത്തിൽ ഉള്ള ആളുകൾക്കാണ് അവരെയാണ് അള്ളാഹു നേർമാർഗത്തിലാക്കുക. അതല്ലാതെ നമ്മൾ ആ ഒരു ഭാഗത്തെ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കേ അവനത് കൊടുക്കുകയുള്ളൂ, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അങ്ങനെയല്ല. അള്ളാഹു സത്യവിശ്വാസം സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കുന്നവർക്കാണ് ആ ഒരു ഹിദായത്ത് നൽകുക. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു വമ്പിച്ച മഹത്തായ ഔദാര്യമുള്ളവനാണ്, അനുഗ്രഹമുള്ളവനാണ്. അതായത് ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അള്ളാഹു ഒരുക്കി വെക്കുകയാണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ്. അതിനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടും ഒരാൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വഴി തിരഞ്ഞെടുക്കാതെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ, പിന്തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആ വ്യക്തി മാത്രമാണ്. ആ വ്യക്തി ശിക്ഷ ചോദിച്ചു വാങ്ങുന്ന അവസ്ഥയാണ്. അറിയാത്തത് കൊണ്ടല്ല, അള്ളാഹു എല്ലാ തരത്തിലും അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതിലേക്കുള്ള അറിവ് നൽകുന്നുണ്ട്. പക്ഷേ അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന മനസ്സ്, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നാളെ ശിക്ഷ കൊടുക്കും എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പഠിച്ച ആയത്തുകൾ വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അതല്ലാതെ ഒന്നും പറഞ്ഞു തരാതെ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് നമ്മളെ നേരെ കോടതി വിധി, അതിനുശേഷം രക്ഷയും ശിക്ഷയും വിധിക്കുക, അങ്ങനെയല്ലല്ലോ. ഇവിടെ ജീവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് അറിവ് തരികയാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് നന്മ, എന്താണ് തിന്മ, എല്ലാം പറഞ്ഞു തരിക. ഇതൊന്നും പറഞ്ഞു തരാതെയാണ് അള്ളാഹു നമ്മളെ നാളെ ശിക്ഷിക്കുന്നതെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അള്ളാഹു എത്രത്തോളം ഔദാര്യം ചെയ്തു, എത്രത്തോളം അനുഗ്രഹം ചെയ്തു. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയും അല്ലേ? അപ്പോൾ ചിലപ്പോൾ അധ്യാപകർ ഏതെങ്കിലും ഒരു കുട്ടിയെ പറഞ്ഞേക്കും ആ ക്ലാസ്സിലേക്ക്, ആരും സംസാരിക്കരുത്, ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കാതിരിക്കണം, അഥവാ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ പേരെഴുതാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കും. അങ്ങനെ പേരെഴുതി കഴിഞ്ഞാൽ പിന്നീട് അധ്യാപകൻ വരുമ്പോൾ ആരൊക്കെയാണോ സംസാരിച്ചത്, ബഹളം ഉണ്ടാക്കിയത്, അവർക്ക് ശിക്ഷ കൊടുക്കും. മുൻകൂട്ടി അതൊക്കെ അറിയിച്ചതിന് ശേഷം നിങ്ങളാരും സംസാരിക്കരുത്, സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ശിക്ഷിക്കുന്നതെങ്കിൽ അതൊരു ന്യായമായ കാര്യമാണ്. പക്ഷേ അതൊന്നും ഇല്ലാതെ, അങ്ങനെയൊന്നും പറയാതെ പെട്ടെന്ന് വന്നിട്ട് കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാം, ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു നമുക്ക് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ശരി, എന്താണ് തെറ്റ്, ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ തെറ്റിലൂടെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ശിക്ഷ ചോദിച്ചു വാങ്ങുന്ന പോലെയാണ്. നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. വ ആഹരീന, അവിടെ റാഇന് കസ്റാണ്, രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. മിൻഹും, ഹാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇൽഹാർ ചെയ്യുക, വെളിവാക്കി പറയാം. മിൻഹും, ലമ്മ മീമിൻ്റെ ശബ്ദം മണിക്കുക. എൽഹഖു ബിഹിം എന്ന് കഴിഞ്ഞിട്ട് ഒരു ജീമ് കാണാം, അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. വഹുവൽ അസീസുൽ ഹക്കീം, ഹക്കീം എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക അവിടെ പാരായണം നിർത്തുമ്പോൾ. അപ്പോൾ തൊട്ട് മുമ്പുള്ള ആ ഒരു നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിലാണ്, ഹക്കീ എന്നുള്ള നീട്ടൽ. ഇനി അടുത്ത ആയത്തിൽ ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാഉ, യുഅ്തീഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉലമീർ ഉണ്ട്. അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ? ശേഷം വരുന്ന അക്ഷരത്തിന് ഹർക്കത്തുണ്ട്, മീമിന് ഫത്ഹ്. തൊട്ട് മുമ്പത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ യാ ആണ്, എന്ന് പറഞ്ഞാൽ തീ എന്ന് നീട്ടാനുള്ള ഒരു യാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സുക്കൂനുള്ള യാ ആണ്, സുക്കൂനിനെ ഹർക്കത്തായിട്ട് കൂട്ടൂല, അല്ലെങ്കിൽ ദൈർഘ്യത്തിനെ ഹർക്കത്തായിട്ട് കൂട്ടൂല. അപ്പോൾ അവിടെ ആ ഹാ ഉൽ-ലമീറിൻ്റെ മുമ്പ് ഹർക്കത്തില്ല, ശേഷം മാത്രമേ ഹർക്കത്തുള്ളൂ. അതുകൊണ്ട് ഹാ ഉൽ-ലമീറിനെ നീട്ടാൻ പാടില്ല. രണ്ട് സൈഡിലും മുമ്പും ശേഷവും ഹർക്കത്തുണ്ടെങ്കിലേ അതിനെ നീട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ യുഅ്തീഹി എന്നേ പറയുള്ളൂ, യുഅ്തീഹി എന്ന് നീട്ടൂല.
മൈ യഷാ ഉ യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇദ്ഗാം ബിഗുന്ന, ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. മൈ യഷാ ഉ, യഷാ എന്നുള്ള നീട്ടൽ, ആ നീട്ടലിന് ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. ആ നീട്ടലും ഹംസയും മദ്ദും ഹംസയും ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. ഒരേ പദത്തിൻ്റെ ഉള്ളിൽ അടുത്തടുത്തായിട്ട് മദ്ദും ഹംസയും വന്നാൽ അവിടെ നിർബന്ധമാണ് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ യശാ, അവിടെ ഒരു ജീമ് കാണാം. അവിടെയും പാരായണം നിർത്താതെ ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. നിർത്തുകയാണെങ്കിൽ ആ യശാ ഉ എന്നുള്ളതിൻ്റെ അവസാനത്തെ ഹംസക്ക് സുക്കൂനിട്ടിട്ട് യശാ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അവസാനത്തെ മീമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. തൊട്ട് മുമ്പത്തെ നീട്ടൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരിൽ. നമുക്ക് ഈ 2 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം വഹുവൽ അസീസുൽ ഹകീം ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ഗ്രാമർ നോക്കുകയാണെങ്കിൽ വ ആഖരീന, ആഖറുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ആഖറൂൻ, ആഖരീൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ട് ആഖറൂൻ എന്ന് ഉപയോഗിക്കാതെ ആഖരീൻ എന്ന് ഉപയോഗിച്ചു? ആഖറൂൻ എന്നുള്ളത് റഫ്ഇൻ്റെ രൂപമാണ്, ആഖരീൻ എന്നുള്ളത് നസ്ബിൻ്റെയും ജറിൻ്റെയും രൂപമാണ്. ഇത് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഉമ്മിയീൻ എന്നുള്ള പദം ഉണ്ടല്ലോ, അതിലേക്ക് ചേർക്കപ്പെട്ടതാണ്. അവിടെ നമ്മൾ ഫിൽ ഉമ്മിയീന, ഉമ്മിയീൻ എന്നുള്ളത് അവിടെ ജറ് കിട്ടിയ രൂപത്തിലാണ്, ഫീ വന്നതുകൊണ്ട് ഫിൽ ഉമ്മിയീന, അതിലേക്ക് ചേർത്തതാണ് ഇതിനെ മഅത്തൂഫ് എന്ന് പറയും. അവിടെ ഫിൽ ഉമ്മിയീന എന്നുള്ളിടത്ത് ഉമ്മിയൂൻ എന്നുള്ളതിന് ജറ് കിട്ടിയപ്പോൾ, ഫീ വന്നതുകൊണ്ട് ജറ് കിട്ടിയപ്പോൾ ഉമ്മിയീൻ എന്നായതാണ്. അതിലേക്കാണ് ഇതിനെ ചേർത്തത്, മഅത്തൂഫ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ മഅത്തൂഫ് ചെയ്യപ്പെട്ടതാണ് ഈ ആഖറൂൻ എന്നുള്ളത്. അപ്പോൾ ഉമ്മിയീൻ എന്നുള്ളതിലേക്ക് ചേർക്കുമ്പോൾ ജറ് കിട്ടിയതായതുകൊണ്ട് ഇതിനും ജറ് കൊടുക്കണം. ഉമ്മിയീൻ എന്നുള്ളതിന് ജറാണ്, അതുകൊണ്ട് ഇതിനും ജറ് കിട്ടണം, കാരണം ഇത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വ ആഖറൂൻ എന്ന് പറയില്ല, വ ആഖരീൻ എന്നാണ് പറയുക. മിൻഹും ലമ്മ യൽഹഖു, ലമ്മ എന്നുള്ളത് സാധാരണഗതിയിൽ ഇപ്പോൾ നടന്നിട്ടില്ല, ഇനി സംഭവിക്കാം എന്ന രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ലെൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ലെൻ എന്ന് ഉപയോഗിക്കുമ്പോൾ ഇനി ഭാവിയിൽ ഒരിക്കലും അത് നടക്കൂല, സംഭവിക്കൂല എന്നുള്ള രൂപത്തിലാണ് പറയാം. ലം ഉപയോഗിക്കാറുണ്ട്. ലം എന്നുള്ളത് കഴിഞ്ഞ കാലത്ത് അത് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇവിടെ ലെമ്മ എന്നാണ് വന്നത്. ലെമ്മ എന്നാൽ അത് നടന്നിട്ടില്ല, ഇനി വരാം, ഇനി വരാൻ സാധ്യതയുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല, ഇനി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിലാണത് വരിക. ഈ ലെമ്മ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന മുളാരി ആയിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കിട്ടും. അപ്പോൾ ഇവിടെ യൽഹഖൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിനെ കളഞ്ഞത് അതിന് ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്മ് കൊടുക്കുന്ന സമയത്തും നെസ്ബ് കൊടുക്കുന്ന സമയത്തും ഒക്കെ അവസാനത്തെ നൂനിനെ കളയാണ് ചെയ്യുക. അപ്പോൾ യൽഹഖൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിനെ കളഞ്ഞു ആ ലെമ്മ വന്നതുകൊണ്ട്. ബിഹിം വഹുവൽ അസീസുൽ ഹക്കീം, അവിടെ അൽ അസീസ് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഹക്കീം. ഒന്ന് മറ്റൊന്നിൻ്റെ സിഫത്താണ്, അതുകൊണ്ട് രണ്ടിനും ഒരേ രൂപമാണ് കിട്ടുക. രണ്ടിനും അലിഫ്ലാമുണ്ട് തുടക്കത്തിൽ, രണ്ടിൻ്റെയും അവസാനത്തിൽ റഫ് കിട്ടിയ രൂപമാണ്. അൽ അസീസു അൽ ഹക്കീമു, രണ്ടും ഒരേ രൂപത്തിലാണുള്ളത്. അടുത്ത ആയത്ത് ദാലിക ഫദ്ലുല്ലാഹി. ഫദ്ലുല്ലാഹി എന്ന് പറയുമ്പോൾ ഫദ്ൽ എന്നുള്ള ആ ഒരു പദത്തെ അള്ളാഹു എന്നുള്ള പദത്തിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പോൾ ഫദ്ൽ എന്നുള്ളത് മുലാഫാണ്, അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. അതുകൊണ്ട് ഫദ്ലുല്ലാഹി അവസാനത്തിൽ കസ്ർ കൊടുക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. യുതീഹി മൻ യശാഉ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. വല്ലാഹു, അവിടെ അള്ളാഹു എന്നുള്ളതിൻ്റെ ഖബറാണ് സു എന്നുള്ളത്. അപ്പോൾ അള്ളാഹു എന്നുള്ളതിനും സു എന്നുള്ളതിനും റഫ് കിട്ടിയ രൂപം വേണം. ശരിക്ക് ദാ സു സി ഇത് മൂന്നും ഉപയോഗിക്കാറുണ്ട്, മൂന്നിൻ്റെയും അർത്ഥം ഉള്ള എന്നാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ സു ദാ സി ഈ 3 പദങ്ങളും മുദാഫായിട്ടേ വരുള്ളൂ. അപ്പോൾ ഇവിടെ ദുൽ ഫദ്ലി, ഫദ്ല് ഉള്ള അല്ലെങ്കിൽ ഔദാര്യമുള്ളവൻ എന്നുള്ള രൂപത്തിലാണ് വരിക. അപ്പോൾ ദു എന്നുള്ളത് അവിടെ മുലാഫാണ്, അള്ളാഹു എന്നുള്ളതിൻ്റെ ഖബറാണ്. ദു എന്നുള്ളത് ഫദ്ലിനെ വെച്ച് നോക്കുമ്പോൾ മുലാഫാണ്. ആ ദു എന്നുള്ളതിനെ ഫദ്ലിലേക്ക് ചേർത്തു, അപ്പോൾ ഫദ്ല് മുലാഫിൻ ഇലൈഹിയാണ്.
അതുകൊണ്ട് മുലാഫിൻ ഇലഹിക്ക് ജെറ് കിട്ടണം. അതുകൊണ്ടാണ് ഫദ്ലി എന്ന് എഴുതിയത്. അവസാനത്തിൽ കെസ്റിടാനുള്ള കാരണം അത് മുലാഫിൻ ഇലഹി ആയതുകൊണ്ടാണ്. ഇനി ആ ഫദ്ൽ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് അലീം എന്നുള്ളത്. അതുകൊണ്ട് രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അൽ ഫദ്ലി, അൽ അലീമി, രണ്ടിനും അലിഫ്ലാമുണ്ട്, രണ്ടിനും അവസാനത്തിൽ ജെറ് കിട്ടിയ രൂപം തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.